തെരഞ്ഞെടുപ്പ് കാലമാണ്. മുഖം രക്ഷിച്ചേ തീരൂ CPIM-ന്. അതുകൊണ്ട് തന്നെ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നു CPIM. ഔദ്യോഗിക തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാത്രമാണ് ഉണ്ടാകുക. അത് മറ്റൊന്നുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. പുതിയ ഭരണസമിതി വരേണ്ടതുണ്ട്. മണ്ഡല മഹോത്സവം നടക്കാൻ പോകുന്നു. അതിനു മുമ്പ് ദേവസ്വം ബോർഡ്, നിലവിലുള്ള ദേവസ്വം ബോർഡിനെ മാറ്റിയാൽ അത് ഉത്സവ കാലത്തെ ദോഷകരമായി ബാധിക്കും, അതിന്റെ ഒരുക്കങ്ങളെ ബാധിക്കും. അതുകൊണ്ട് നിലവിലുള്ള ഭരണസമിതിക്ക്, ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാം. ഇതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ചർച്ച. അത്തരമൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയതുമായിരുന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ ചെന്ന് എത്തും എന്ന ഒരു പിടിയും ആർക്കുമില്ല, അന്വേഷണ സംഘത്തിന് പോലുമില്ല. അതുകൊണ്ട് നിലവിലുള്ള ഭരണസമിതിയെ, ദേവസ്വം ബോർഡിനെ തുടരാൻ അനുവദിച്ചാൽ പിന്നീട് എപ്പോഴും അതൊരു വിവാദമായി ഇങ്ങനെ നിലനിൽക്കും. അത് CPIM-ന് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയ ദേവസ്വം ബോർഡ് വരട്ടെ, അവർ കാര്യങ്ങൾ നോക്കട്ടെ. ഇത്തരമൊരു തീരുമാനത്തിലേക്കാണ് CPIM എത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു സമിതി ഉത്സവകാലത്തേക്ക് വേണ്ടി മാത്രം നിയമിച്ച് ഉത്സവം കഴിഞ്ഞതിന് ശേഷം പുതിയ ദേവസ്വം ബോർഡിനെ രൂപീകരിക്കാം എന്ന തലത്തിലേക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ശബരിമലയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം നേരിട്ട് സർക്കാരിലേക്ക് വരും. അത് സർക്കാരിനെ വലിയ തലവേദന സൃഷ്ടിക്കും, അപകടകരമായ അവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് അത്തരമൊരു ചർച്ച അപ്പോൾ തന്നെ അവസാനിച്ചിരുന്നു. അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. പകരം ദേവസ്വം ബോർഡ് വരട്ടെ, ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. വീഴ്ച പറ്റിയാൽ ദേവസ്വം ബോർഡിൽ അത് അവസാനിക്കും. ഇതാണ് CPIM-ന്റെ നിലപാട്. അതുകൊണ്ട് പുതിയ ദേവസ്വം ബോർഡിനെ രൂപീകരിക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ആരായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ പ്രധാനം TK ദേവകുമാറിൻ്റെതാണ്. മുൻ MLA ആണ്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാം എന്ന പൊതുധാരണ CPIM-നുണ്ട്. നേരത്തെ ആലപ്പുഴയിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ നേതാവ് PK ചന്ദ്രാനന്ദനാണ്. PK ചന്ദ്രാനന്ദന്റെ പേരിൽ ഇപ്പോഴും ശബരിമലയിൽ റോഡ് പോലുമുണ്ട്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും ആലപ്പുഴയിലെ CPIM-നുണ്ട്. അതുകൊണ്ട് തന്നെ TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ എന്ന ചർച്ചയ്ക്കാണ് CPM-ൽ മുൻതൂക്കം. അതോടൊപ്പം തന്നെ സമ്പത്ത് അടക്കമുള്ള നേതാക്കളും ശ്രമിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി. എന്നാൽ TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിനോടാണ് പൊതുവെ എല്ലാവർക്കും യോജിപ്പ് എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. ഇതിൽ CPIM മുന്നോട്ട് വെക്കുന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് CPIM-നെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്. കാരണം LDF സർക്കാരാണ് ഭരിക്കുന്നത്. CPM നേതാവാണ് ദേവസ്വം മന്ത്രി. കഴിഞ്ഞ തവണത്തെ സർക്കാരിൽ കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ സർക്കാരിൽ, രണ്ടാം പിണറായി സർക്കാരിൽ VN വാസവൻ. CPIM-ന്റെ മുതിർന്ന നേതാക്കളാണ് രണ്ടുപേരും. അവരുടെ കീഴിലാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് സ്വാഭാവികമായും മന്ത്രിമാരിലേക്ക് എത്തും. എന്തൊക്കെ പറഞ്ഞാലും ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സർക്കാരിനുള്ള ഇടപെടൽ അത് പരിമിതമാണ്, ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ പറയാമെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPIM നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത ദോഷം CPIM-ന് പറ്റിയിട്ടുണ്ട്. അത് മറികടക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനുശേഷം അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മൂന്നാം സർക്കാരിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു CPIM-ഉം LDF-ഉം. അപ്പോഴാണ് ശബരിമല വലിയ വിഷയമായി വരികയും CPIM-ന് അത് വലിയ തലവേദനയായി മാറുകയും ചെയ്തത്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് മാറണം. അതിനുവേണ്ടിയാണ് പുതിയ ബോർഡ് വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സംശയത്തിന്റെ നിഴലിലാണ്. അങ്ങനെ വരുമ്പോൾ അടുത്തത് മുൻ മന്ത്രിമാരായിരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു പുതിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. ഇന്നലെ വരെ നടന്നത് അത് SIT അന്വേഷിക്കട്ടെ. ഇന്നു മുതൽ പുതിയ ഒരു ദേവസ്വം ബോർഡ് രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം
മുന്നോട്ട് പോകട്ടെ എന്നുമാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് അത്. CPIMനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരടി പിറകോട്ട് വെച്ച് ഒരു കുതിപ്പ് നടത്താം എന്നാണ് CPIM കണക്ക് കൂട്ടുന്നത്. PS പ്രശാന്തിന് തന്നെ ഒരു ടേം കൂടി നൽകാം, ഒരു വർഷത്തേക്കെങ്കിലും നീട്ടി നൽകാം എന്ന പൊതുധാരണ നേരത്തെ CPIMൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പുതിയ ബോർഡ് വരട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. CPIയുടെ നോമിനിയെ തരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പുതിയ ബോർഡ് വന്നതിന് ശേഷം മണ്ഡല ഉത്സവകാലത്തിലേക്ക് പോകുന്നതാണ് ഗുണകരമാകുക എന്ന നിലയിലേക്ക് CPIM LDF എത്തിയിട്ടുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ശ്രമം കൂടിയാണ് എന്ന് പ്രതിപക്ഷം സ്വാഭാവികമായും ആരോപണം ഉന്നയിക്കും. അതിന് അപ്പോൾ മറുപടി പറഞ്ഞു പോകാം എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്.